ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് മ്യൂസി ഗ്രീൻ. ഇന്ന് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എന്നാൽ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 തേങ്ങ ചിരകിയതും 4 തണ്ട് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 4 വറ്റൽമുളക്, പാകത്തിന് ഒരിത്തിരി പുളി കുരുവെല്ലാം മാറ്റിയതിന് ശേഷം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് നാളത്തേക്ക് സൂക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ വറുത്തെടുക്കുന്ന സമയത്ത് ചെറിയ ഉള്ളി ആഡ് ചെയ്യേണ്ട. അതല്ല അപ്പോൾ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ചെറിയ ഉള്ളി കുറച്ച് കൂടുതലാവുന്ന സമയത്ത് തന്നെ കേട് വരാനും സാധ്യത കൂടുതലാണ്. കുറച്ച് സമയമെടുത്ത് നല്ല രീതിയിൽ ഒരുപോലെ അങ്ങ് വറുത്തെടുക്കാം. ഏകദേശം നല്ല രീതിയിലൊന്ന് വറവായി വരുന്നതോട് കൂടെ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായം പൗഡറും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മളിത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്തെടുക്കുന്ന സമയത്ത് വറവ് കൂടണ്ട, പൊടിച്ചെടുക്കുന്ന സമയത്ത് പൊടിക്കലും കൂടണ്ട. വറുത്തെടുക്കുന്ന സമയത്ത് വറവ് കൂടിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ പൊടിക്കുന്ന സമയത്ത് പൊടിക്കൽ കൂടിക്കഴിഞ്ഞാലും ഇത് ഉരുട്ടിയെടുക്കുന്ന പാകത്തിലായി കിട്ടും. അങ്ങനെ നമുക്ക് വേണ്ട, നമുക്ക് ക്രിസ്പി ആയിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് വറവ് ഏകദേശം ഒന്നായി വരുന്നതോട് കൂടി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല പാകത്തിലുള്ള വറവായി വന്നിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഈ പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പാകത്തിന് ക്രിസ്പി ആയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കുപ്പിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക്